ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുൾ ആയിട്ട് കാണുക. ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബട്ടർ പെപ്പർ ചിക്കൻ ആയിട്ടാണ്. അപ്പൊ അതിനായിട്ട് ഒരു 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലാ കഷ്ണങ്ങളായിട്ടുള്ള ഇതാണ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. എല്ലാ കഷ്ണങ്ങളും അതില് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മസാല റെഡിയാക്കാം. അപ്പോൾ 1.5 ടീസ്പൂണ് കുരുമുളക് ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പകുതി ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിലേക്ക് ഒരു ക്യാരറ്റാണ്, അത് ചെറുതായി കട്ട് ചെയ്തിട്ട് നീളത്തിൽ മുറിച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 വലിയ ടീസ്പൂണ് തൈരാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പുളി കുറവുള്ളതാണ്. പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടൊരു 5 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചിട്ട് കൊടുത്ത ശേഷമാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫ്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ ബട്ടറിലാണ് ചെയ്യണത്. അപ്പോൾ 5 മിനിറ്റ് നേരം കഴിഞ്ഞ ശേഷം ഒരു പാനിൽ കുറച്ച് ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലായിടത്തേക്കും ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്, ഉരുക്കിയെടുത്തിട്ട്. ഇനി ആ ചിക്കനും ക്യാരറ്റും എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തീ കുറച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇനി വേറെ അപ്പുറത്തെ സ്റ്റവിലേക്കാണ് വേറൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും മെൽറ്റായ ശേഷം അതിലേക്ക് നമ്മൾ കറിക്കായിട്ടാണ് അതിന് വെളുത്തുള്ളിയും ഇഞ്ചും നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി പകുതി പീസാക്കിയിട്ടാണ് ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇഞ്ചിയാണ് നീളത്തിൽ മുറിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 2 സബോള അരിഞ്ഞത് അതിട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നന്നായി വഴറ്റിയെടുക്കണ്ട, ഒരു 1/4 ഭാഗം ആയി കിട്ടിയാൽ മതി. ഇനി 3 പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നീളത്തിൽ ഒന്ന് കീറിയെടുത്തിട്ടുണ്ട്, അല്ലാണ്ട് ഫുള്ളായിട്ട് മുറിച്ചെടുത്തിട്ടില്ല. പിന്നെ തക്കാളി പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതും ഇട്ടിട്ട് രണ്ടും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളകും തക്കാളിയും കൂടെ സബോള ഒന്ന് ചെറുതായി വഴറ്റാൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി ചിക്കന് ഒരു ഭാഗമായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാതും ഒന്ന് നന്നായി തിരിച്ചിട്ട് കൊടുത്ത ശേഷം വീണ്ടും ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പൊ കുറച്ച് ടൈം തീ കുറച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതാ മൂടി വെച്ച ആ സബോളയും തക്കാളിയും പച്ചമുളകൊക്കെ ഒന്നും കൂടെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുരുമുളകാണ്, ഒരു വലിയ ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കോൺഫ്ലവർ ആണ് ഒരു വലിയ ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ആ കോൺഫ്ലവർ പാൽ എടുത്തിട്ടുള്ളത് ഗുഡ് ലൈഫ് പാലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ കോൺഫ്ലവറിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ പാത്രത്തിൽ ഫുള്ളാക്കി എടുത്ത് ആ വഴറ്റി വെച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഒരു സ്വല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കട്ടി കുറഞ്ഞു കിട്ടാനാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പൊ ഈ നന്നായി തന്നെ കുറുക്കിയെടുക്കണം, എന്തെങ്കിലാണ് ചിക്കന് രുചി വരുള്ളൂ ഈ ഇതിട്ട് കൊടുത്താല്. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചിട്ടാണ് വീണ്ടും ഇളക്കി കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കുക. അപ്പൊ ചിക്കൻ ഒന്നും കൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട്, ഒന്നും കൂടെ വേവിച്ചെടുക്കാനായിട്ടാണ്. ഇനി ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാതും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ചിക്കനും ക്യാരറ്റൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒന്നും കൂടെ വേവിച്ചെടുക്കുന്നുണ്ട്. അതിൽ കിടന്നിട്ട് ഒന്ന് വെന്ത് കിട്ടണം. ഇനി അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കറി ഒന്നും കൂടെ ലൂസായി കിട്ടണമെങ്കിൽ ഒരു സ്വല്പം കൂടി വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതില്.
എന്നിട്ട് കറി പോലെ ആക്കിയെടുക്കാം. ഇത് കട്ടിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. കണ്ടില്ലേ, കറിയൊക്കെ ആയിട്ട് നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ വെറുതെ പറയില്ല, നല്ല രുചിയുണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കൂട്ടിക്കഴിക്കാന്. പത്തിരിക്കും ചപ്പാത്തിക്കും എല്ലാത്തിൽക്കും പറ്റുന്ന ഒരു കറിയാണ്. ഇനി അതൊന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ വീഡിയോ എത്ര ഉള്ളോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.